അമേരിക്കയിൽ പ്രകൃതി ദുരന്തങ്ങൾ രൂക്ഷമാകുന്നു. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വ്യാപക കാട്ടുതീയും തെക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ വെള്ളപ്പൊക്കവും ജനജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. 15 സംസ്ഥാനങ്ങളിൽ കാട്ടുതീ ആളിപ്പടരുമ്പോൾ ടെക്സാസിൽ പ്രളയം നാശം വിതയ്ക്കുകയാണ്. അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ പുതിയതായി ഉണ്ടായ കാട്ടുതീയും തെക്കൻ മേഖലകളിലെ ശക്തമായ വെള്ളപ്പൊക്കവും കാരണം രാജ്യത്തെ ജനജീവിതം പൂർണ്ണമായി തകർന്നു. രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിലായി പടർന്നു പിടിച്ച 68 വലിയ കാട്ടുതീ അണയ്ക്കാൻ 10,000-കണക്കിന് രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ കഠിനമായി ശ്രമിക്കുന്നത്. കാനഡയിലെ കാട്ടുതീയിൽ നിന്നുണ്ടായ പുക കാരണം ചിക്കാഗോ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ വായു മലിനീകരണം ലോകത്തിൽ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. ശക്തമായ പുക അന്തരീക്ഷത്തിൽ നിറഞ്ഞതോടെ 10 കോടിയിലധികം ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ടെക്സാസ് സംസ്ഥാനത്ത് കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കനത്ത പ്രളയത്തിൽപ്പെട്ട് 2 പേർ മരണപ്പെടുകയും 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുകയുമാണ്. അന്തരീക്ഷ ഊഷ്മാവ് വൻതോതിൽ വർദ്ധിക്കുന്നതാണ് ഒരേസമയം കാട്ടുതീയും കനത്ത മഴയും ഉണ്ടാകാൻ കാരണമെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് അല്പം കുറവുണ്ടാകുമെങ്കിലും നദികളിലെ ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ടെക്സാസ് ഗവർണർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഇത്തരം തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പെയ്യാൻ സാധ്യതയുള്ള സാധാരണ മഴ അന്തരീക്ഷത്തിലെ കടുത്ത പുക ഒഴിഞ്ഞുപോകാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.